പക്ഷേ ആരാകും മേയർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പം ജയിച്ചു വന്നിട്ടുള്ള 35 പേരും അതിന് സാധ്യതയുള്ളവരാണ്. എല്ലാവരും ഏബിളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതിൽ ഞാനാകുമെന്ന് എവിടെയും ഇതുവരെ അങ്ങനൊരു തീരുമാനം എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഇത്തവണയും LDF ഭരിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഏറ്റവും വലിയ കക്ഷി LDF ആണ് ഇത്തവണയും. അങ്ങനെ വരുമ്പോഴും LDF പ്രതിസന്ധിയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന മേയർ സ്ഥാനാർത്ഥി ഇത്തവണ തോറ്റുപോയി, CP മുസാഫർ അഹമ്മദ്. ഇപ്പോൾ മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ മേയറാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. കോട്ടൂളി വാർഡിൽ നിന്ന് വിജയിച്ച ഡോക്ടർ S ജയശ്രീ. കഴിഞ്ഞ തവണയും ടീച്ചറുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നതാണ്, പിന്നീടാണ് അതിൽ മാറ്റം വരുന്നത്. ഇത്തവണ ജയശ്രീ ടീച്ചറുടെ പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ജയശ്രീ ടീച്ചർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചറെ, ഈ പറഞ്ഞതുപോലെ ഇത്തവണ മേയറായിട്ട് ടീച്ചറായിരിക്കും വരിക? നിങ്ങൾക്കറിയാമല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അങ്ങനെ ഒരാളെ മേയറാക്കാം, ഡെപ്യൂട്ടി മേയറാക്കാം എന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥത്തിൽ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും നിങ്ങൾ പറഞ്ഞ പോലെ പത്രങ്ങളിലും ഈ ന്യൂസ് ചാനലുകളുമൊക്കെയാണ് എന്നെ മേയറാക്കുമെന്ന് ഞാനറിയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും. മുസാഫർ അഹമ്മദ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു. അദ്ദേഹം നിർഭാഗ്യവശാൽ തോറ്റു. അത് ജനവിധിയെ കൃത്യമായിട്ട് മാനിക്കുന്നു. പക്ഷേ ആരാകും മേയർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പം ജയിച്ചു വന്നിട്ടുള്ള 35 പേരും അതിന് സാധ്യതയുള്ളവരാണ്. എല്ലാവരും ഏബിളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതിൽ ഞാനാകുമെന്ന് എവിടെയും ഇതുവരെ അങ്ങനൊരു തീരുമാനം എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. പക്ഷേ ടീച്ചർ ഇപ്പം നിലവിൽ ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അതിൽ വലിയ മികവ് പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. കാരണം അതിനുശേഷമാണ് പല ഇതും വരുന്നത്, കോവിഡ് ഉൾപ്പെടെ. അപ്പോൾ അത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആൾ, പിന്നെ ഇതിലടക്കം കൗൺസിലടക്കമുള്ള ഇടപെടൽ, ഇതെല്ലാം പരിഗണിച്ചൊരു സാധ്യത വന്നാൽ അത് തള്ളിക്കളയാൻ കഴിയുമോ? നോക്കൂ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമ്മളോട് ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞാലും അത് നമ്മൾ ചെയ്യുകയും അതിൽ നമ്മുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ട്, അത് വെച്ചുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ളതിൽ നല്ല രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം ഒരു മിടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടോ സംഭവിക്കുന്നതല്ല. മറിച്ച് പിന്നെ ജനറലായിട്ടുള്ള നമ്മുടെ കൗൺസിലേഴ്സിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒരു യോജിച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏത് റിസൾട്ടും വരുന്നത്. അതിനൊരു പക്ഷേ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 75 വാർഡുകളിലുമുള്ള ആളുകൾ പോലും അതുമായിട്ട് ഈ ആരോഗ്യരംഗത്തെയും ശുചിത്വ രംഗത്തെയും പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായ ഒരു വിജയമാണ്. അതല്ലാതെ എൻ്റെ മാത്രം എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകൾ പലപ്പോഴും ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്. അതൊരു പക്ഷേ ഈ വലിയ പ്രയാസമാണ് ഈ ശുചിത്വവും ആരോഗ്യവും കൊണ്ടുപോവുക എന്നുള്ളത്. അതൊരു പക്ഷേ പിന്നെ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കണം അത് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു സ്വന്തമായിട്ടുള്ള എൻ്റെ മാത്രം മികവ് കൊണ്ടല്ല. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യമായൊരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. ഒരു ശുചിത്വ പ്രോട്ടോക്കോൾ നടപ്പാക്കണം. പക്ഷേ അതിന് അഴകെന്ന് പേര് കൊടുത്തത്, ചീറ്റ കൊണ്ടുവന്നത്, അതിലൊക്കെ നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ്. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരവ്. അതായത് അങ്ങനെ മേയറായി പാർട്ടി പറയണം, മേയറാവണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും? പാർട്ടി പറഞ്ഞാൽ പാർട്ടി നിർത്തിയാണല്ലോ കോട്ടൂളിനെ ജയിപ്പിക്കുന്നത്. അപ്പോൾ പാർട്ടി ഏത് ഉത്തരവാദിത്വം, അത് മേയർ എന്നുള്ളതല്ല, സാധാരണ കൗൺസിലറായിട്ടിരിക്കാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാനുള്ള ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. മറ്റൊന്ന്, ഇത്തവണ പ്രതീക്ഷിച്ച പോലൊരു വിജയം LDF നേടാൻ കഴിഞ്ഞില്ല. കോർപ്പറേഷനിൽ 15ഓളം സീറ്റുകളിൽ കുറവ് വന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? അത് വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ പാർട്ടി തലത്തിലാണ് വിലയിരുത്തേണ്ടത്. അത് ഭയങ്കര ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ്. ഇപ്പോൾ 8ഓളം സ്ഥലങ്ങളിൽ 10-15 ഇടയ്ക്കൊക്കെയാണ് ചെറിയ ഇതിലാണ് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിഞ്ഞ വർഷത്തെ 5 വർഷം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള 5 വർഷമായിരുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും പിന്നെ എന്താ പറയുക, കോറിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. അപ്പം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു
പ്രയാസം എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിന്നെ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാനോ അതിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്യാനോ ഉള്ള കഴിവൊന്നും എനിക്കില്ല. ബിക്കോസ് ഞാനൊരു സോഷ്യൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു കോർ ടൈപ്പ് പൊളിറ്റിക്കൽ ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഭയങ്കര മാനസികമായിട്ടൊരു ഭയങ്കര പ്രയാസമുണ്ട്. കാരണം അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കാതെ പോയത്? അതിനപ്പുറം വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പരമായി നമുക്കൊരു നേതൃത്വം വരുമ്പോൾ അല്ലെങ്കിൽ ഭരണരംഗത്തേക്ക് വരുമ്പോൾ എന്താണ് വിലയിരുത്തപ്പെടേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളം പോലെ ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പേഴ്സണലി ഉള്ള കാര്യം. തീർച്ചയായിട്ടും ഇപ്പോൾ 2ാം തവണയാണ് ഈ ഡിവിഷനിൽ ഈ വാർഡിൽ നിന്ന് ജയിച്ച് കയറുന്നത്. എന്ത് തോന്നുന്നു? കോട്ടുള്ളി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് കൗൺസിലിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2020 മെയ്യിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ആ സമയത്ത് എന്നോട് മത്സരിക്കാൻ പറയുമ്പോൾ കോട്ടുള്ളി എനിക്കൊരു പക്ഷേ ഞാൻ വളരെ എനിക്ക് അപരിചിതമായിട്ടൊരു അപരിചിതം ഇൻ ദ സെൻസ് ഞാൻ കോളേജിൽ പോകും, എൻ്റെ പണിയറിയും, കോളേജിൽ പണികൾ ചെയ്യുന്നതല്ലാതെ കോളേജ് തലത്തിൽ കേരളം മുഴുവൻ അറിയുന്നവരുണ്ടെങ്കിൽ പോലും കോട്ടുള്ളിയിൽ സാധാരണ ആളുകളോടുള്ള എൻ്റെ ഒരു സഹവാസം കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു ഉണ്ടായിട്ടില്ല. ഒരു പൊളിറ്റിക്കലി ഞാൻ അങ്ങനെ പുറത്തങ്ങനെ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ആളുകളോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ഈ 5 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടുള്ളിയിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പിന്നെ കൗൺസിലെത്താൻ സാധിച്ചത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കോട്ടുള്ളിയിലെ ജനങ്ങളോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. എന്തായാലും പാർട്ടി എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാലും അത് നിറവേറ്റുമെന്നാണ് ഡോക്ടർ എസ് ജയശ്രീ പറയുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ വീടുൾപ്പെടുന്ന പ്രദേശത്തെ കൗൺസിലർ കൂടിയാണ് ഡോക്ടർ എസ് ജയശ്രീ. ക്യാമറ പേഴ്സൺ ജിജീഷിനോടൊപ്പം ഷബീർ അമർ, മീഡിയ 1 കോഴിക്കോട്.